ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ മീൻ കട്ടിങ് ആണ് കേട്ടോ. അപ്പോൾ ആ മീൻ കട്ട് ചെയ്യുന്നത് സൈഡൊന്നും കട്ട് ചെയ്തെടുക്കുക. നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങളുടെ കയറി വരാതെ അവർ പോവില്ല കേട്ടോ. അയൽവക്കത്തുള്ള പൂച്ചകളാണ്, ഇരിക്കുകയാണ് അവർ. സന്തോഷത്തിലാണ് രണ്ട് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് എൻ്റെ മീൻ പൂച്ചയാണെങ്കിൽ ഇപ്പോൾ പോയ സ്പീഡിൽ തന്നെ തിരിച്ചു. ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ എനിക്ക് ഇന്ന് മഴയൊന്നും ഇല്ല കേട്ടോ ആയിരുന്നില്ല. അതൊക്കെ അവിടെ പോയി കഴിക്കാൻ തുടങ്ങി. ഓരോരുത്തരെ ഫ്രൈ ചെയ്യുന്നു, ഫുള്ള് ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീൻ കട്ടിങ് ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻ കട്ട് ചെയ്യുന്ന ഒന്ന് കാണിക്കുമെന്ന്. ആ മീൻ കട്ട് ചെയ്യുന്നത് കത്രിക കൊണ്ടാണ്. എനിക്ക് കുഞ്ഞ് കത്തി കൊണ്ട് കട്ട് ചെയ്യാൻ അറിയുന്നില്ല കേട്ടോ. അതിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും കത്രിക വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. കത്രിക ഇല്ലെങ്കിൽ മീൻ മുറിക്കൽ എനിക്ക് ഭയങ്കര പാടാണ്. ഞാൻ ആണെങ്കിൽ നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിലെ കത്രിക കാണാണ്ടായിപ്പോയി. അതെനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവും, അതെനിക്ക് ഓർമ്മയില്ല. അപ്പോൾ വീട്ടിൽ കത്രിക ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ 2-3 ദിവസം കത്തി വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഭയങ്കര പാടായിരുന്നു. പിന്നെ ഒരു ദിവസം അപ്പുറത്തെ വീട്ടിൽ തറവാട് വീട്ടിൽ നിന്ന് പലകത്തി കൊണ്ടുവന്നിട്ടാണ് മീൻ മുറിച്ചത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് പുതിയ കത്രികയൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും പോകുമ്പോൾ മറക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ഇപ്പം അവിടെ കുഴപ്പമില്ല. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് വന്നിട്ടുള്ളത്. രാവിലെ തന്നെ ഇവിടെ ഒരു മീൻകാരൻ ചേട്ടൻ വന്നിട്ടുണ്ട്. ഈ ചേട്ടനാണ് എപ്പോഴും ഇവിടെ മീൻ കൊണ്ടുവരുന്നത്. എപ്പോഴും വീട്ടിലേക്ക് കയറി വരാതെ അവർ പോവില്ല കേട്ടോ. പിന്നെ നമ്മൾ മീൻ വെട്ടുന്ന സമയത്ത് 2-3 പൂച്ചകളുണ്ട് കേട്ടോ കമ്പനിക്ക്. ഇത് ഇവിടുത്തെ പൂച്ചയല്ല കേട്ടോ, അയൽവക്കത്തുള്ള പൂച്ചകളാണ് ഇതൊക്കെ. ഇവിടെ ഒരു പൂച്ചയും ഇല്ല. എന്നാലും മീൻ വെട്ടുമ്പോഴത്തേക്കും എല്ലാവരും ഹാജരാവും. ഞാൻ എറിയുമ്പോൾ അതിങ്ങനെ ജമ്പ് ചെയ്ത് പിടിക്കുകയാണ് അവർ. എൻ്റെ മക്കളാണെങ്കിൽ പൂച്ചയെ കണ്ട സന്തോഷത്തിലാണ്. രണ്ടാളും ഭയങ്കര സന്തോഷത്തിൽ അവിടെ ഇരിക്കുകയാണ്. അതിന് ആ മീൻ കൊടുക്കാമേ, വലിയ മീൻ കൊടുക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനാണെങ്കിൽ തലയെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് എൻ്റെ മീനൊക്കെ എടുക്കാനൊക്കെ വന്നിട്ടോ. ഭയങ്കര സാധനമാണ് ഈ വെള്ളപ്പൂച്ച. എന്തായാലും പോകുന്നില്ല ആ പൂച്ച. ബാക്കി 2 ഓടിച്ചപ്പോൾ ഓടിപ്പോയി. പക്ഷെ ഇത് എന്തായാലും പോകുന്നില്ല. ഇതെൻ്റെ ചട്ടിയിൽ നിന്ന് മീനെടുക്കാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം ഞാൻ കത്തി വെച്ച് മുറിച്ചു. പിന്നെ ഞാൻ എന്താക്കി, കത്രിക കൊണ്ട് മുറിക്കാൻ തുടങ്ങി കേട്ടോ. ഇത് ഭയങ്കര വഴുതലാണ് ആ കുഞ്ഞു മീൻ. അതുകൊണ്ട് എനിക്ക് വെട്ടാനേ പറ്റുന്നില്ല. ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഞാൻ വെട്ടിയത്. എനിക്ക് പുറമൊക്കെ വേദന എടുക്കുന്നത് കുറേ സമയം ഇങ്ങനെ എന്നിട്ട് അമ്മേനെയും കൂടി ഒന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ ഒന്ന് വന്നിട്ട് കൂട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഓടിക്കാൻ പറയുമ്പോൾ ഇത്രയും വയലൻ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പൂച്ചയാണെങ്കിൽ ഇപ്പോൾ പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വരും. അതിന് ഒരു പേടിയില്ല കേട്ടോ. ഓടിക്കുമ്പോൾ മാത്രമേ അത് അങ്ങോട്ട് ഓടത്തുള്ളൂ. പിന്നെ തിരിച്ച് അതേപോലെ വേറെ വഴിയിലൂടെ ഇങ്ങോട്ട് വരികയും ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് കാണാം കേട്ടോ അതിന്. അങ്ങനെ ഞാൻ മീൻ മുറിച്ച് ക്ഷീണിച്ചു കേട്ടോ. പിന്നെ അമ്മയും കൂടി വന്നിട്ട് അങ്ങനെ 2 കൂടി അതിനെ എങ്ങനെയൊക്കെയോ മുറിച്ചെടുത്തു. ചെറുതായതുകൊണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ മുറിക്കാൻ. മത്തിയാണെങ്കിൽ നല്ല അടിപൊളി മത്തിയായിരുന്നു. അതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റി. ഈ ചെറുത് എത്ര കട്ട് ചെയ്താലും തീരുന്നില്ല, അത് വഴുതിയിട്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഞാനും അമ്മയും കൂടിയിട്ട് ആ മീനൊക്കെ വെട്ടിയെടുത്തു കേട്ടോ. ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ ചെറുത് കട്ട് ചെയ്യാൻ എന്താണെന്നറിയില്ല, ഇന്ന് ഭയങ്കര കഷ്ടമാണ്. ഒന്നാമത് ഭയങ്കരമായിട്ട് വഴുതുന്നുണ്ട്, എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഇന്നത്തെ പ്രശ്നം. അമ്മ പറയുന്നുണ്ട് എന്തിന് എൻ്റെ കൈയും കൂടി പിറക്കുന്നതായിട്ട് അമ്മ പറയുന്നുണ്ട്. പക്ഷേ അമ്മയുടെ കൈയും കൂടി പിറക്കാണ്ടത് ശരിയാവില്ലെന്ന് തോന്നി. അങ്ങനെ 2 പേരും കൂടിയിട്ട് 2 മീനും കൂടി വെട്ടിയെടുത്തിട്ടുണ്ട്. ഇന്ന് മഴയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലൊരു കാലാവസ്ഥയാണ്. അങ്ങനെ മീനിൻ്റെ മുറിച്ച വേസ്റ്റൊക്കെ ഞാൻ അപ്പുറം തെങ്ങിൻ്റെ മരത്ത് കൊണ്ടിട്ടു. അവിടെ പോയിട്ട് വെളുത്ത പൂച്ച ഉണ്ടായിരുന്നില്ല, അതൊക്കെ അവിടെ പോയി കഴിക്കാൻ തുടങ്ങി. ഒരാൾ നേരത്തെ ഓടിച്ചാൽ ഇത് ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട്. അപ്പം നമ്മുടെ മീനൊക്കെ മുറിച്ച് നന്നായിട്ട് കഴുകിയെടുത്ത് അടുക്കളയിലേക്ക് കൊണ്ടുപോയിട്ടോ. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നത്തോലി മാത്രമേ ഫ്രൈ ചെയ്യുന്നു, ഫുള്ള് ഫ്രൈ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. പകുതി എടുത്തിട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്.
അങ്ങനെ ഇതാ മീനൊക്കെ അതിൽ നിന്ന് കുറച്ച് തിരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു 3 മത്തിയും കൂടി ഇടാമെന്ന്. കിട്ടിയങ്ങായി, കാരണം കുട്ടികളുള്ളതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ പിന്നെ നമുക്ക് കിട്ടില്ല. എന്നാലും കിട്ടിയങ്ങായി വെച്ചിട്ട് എല്ലാം കൂടി ഇട്ടാൽ പിന്നെ വൈകുന്നേരത്തേക്ക് കറി വെക്കാനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അതവിടെ വെച്ചിട്ട് ഞാൻ ഇത്രയും മീൻ എടുത്തിട്ടോ. പിന്നെ അതിന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് മത്തിക്ക്, എന്നാലും അതിൻ്റെ മസാലയൊക്കെ ഒന്ന് പിടിക്കത്തുള്ളൂ. അങ്ങനെ ഉപ്പിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, നാരങ്ങാ നീരും എല്ലാം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ട് അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊരിച്ചെടുത്താൽ അത്രയും ടേസ്റ്റ് തോന്നില്ല പൊരിച്ച മീൻ. അപ്പോൾ നന്നായിട്ട് മസാലകളൊക്കെ പിടിപ്പിച്ച് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഞാൻ നാരങ്ങാനീര് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പുളിയും കുറച്ച് ഉപ്പും കൂടെ ഈ മീൻ കൂടുതലായ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ മീനൊക്കെ ഒരു അരമണിക്കൂർ ഞാൻ ഫ്രൈ ചെയ്യാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ചട്ടിയിൽ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം മത്തി തന്നെ വെക്കാമെന്ന് വിചാരിച്ചു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും അനിയൻ പറഞ്ഞു ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്ന്. അങ്ങനെ അതിനകത്ത് കുറച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് വെളിച്ചെണ്ണയൊക്കെ ചോറ് കൊടുത്ത ശേഷം ഞങ്ങൾ അതൊക്കെ എടുത്തിട്ട് ബാക്കി ഡീപ്പ് ഫ്രൈ ചെയ്തു. അങ്ങനെ നമ്മൾ ഡീപ്പ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ബോറൊന്ന് വെള്ളം എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി അവരുടെ കൂടെ പോയി പൈപ്പ് വിളിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുഡ് കഴിക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടോ. എല്ലാവരും വിശന്ന് പൊരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നപ്പോൾ തന്നെ കൈയും കഴുകി എല്ലാവരും പുറത്ത് തന്നെ ഇരുന്നു. അങ്ങനെ നമ്മളെല്ലാം അവിടെ തന്നെ കൊണ്ടുവച്ച് വേറെ പാത്രത്തിലൊന്നും ഇട്ടില്ല കേട്ടോ. അവിടെ നിന്ന് തന്നെ എല്ലാവരും എടുത്ത് കഴിച്ചു. നല്ല രസമായിരുന്നു എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.